മനസ്സിലായത് ഇതൊരു വലിയൊരു ആധിപത്യ രൂപമാണ്, ഒരു ശക്തിയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു വശത്ത് നിന്നുകൊണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള ജനങ്ങളെ വേർതിരിക്കുന്നു. തങ്ങളുടെ ഇവിടത്തെ ദേശീയതയെക്കുറിച്ചുള്ള സംസ്കാരത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ സ്വീകരിക്കാത്ത എല്ലാവരെയും പുറന്തള്ളും. അത് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ആവാം, ഇലക്ട്രൽ വോട്ടിങ്ങിന്റെ രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ ആവാം, എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ഇതിന്റെ രൂപങ്ങളിലൂടെ ആവാം, യൂണിഫോം സിവിൽ കോഡിലൂടെ ആവാം, എങ്ങനെ വേണമെങ്കിലും അവരെ മുഴുവൻ പുറന്തള്ളും. അങ്ങനെ പുറന്തള്ളുമ്പോൾ കോർപ്പറേറ്റുകൾക്ക്, ഞാൻ പറയും നമ്മൾ അംബാനി അദാനി എന്ന് മറ്റും പേര് പറഞ്ഞിട്ട് മാത്രം സമയം കളയരുത്, വേറെ ഒരുപാട് ആളുകൾ കോർപ്പറേറ്റുകൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കൃത്യമായ മുതലാളിത്ത ഭരണകൂടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലുള്ള മുഴുവനും സമ്പദ് വ്യവസ്ഥയെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട്, അതിനുള്ള എല്ലാ ചെറുത്തുനിൽപ്പുകളെ അവസാനിപ്പിക്കാനായിട്ട് ട്രേഡ് യൂണിയനുകളുടെ, ഇവിടെ പറയുന്ന പോലെ കർഷക പ്രക്ഷോഭങ്ങളുടെ, വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ, സ്ത്രീകളുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെയൊക്കെ പ്രക്ഷോഭങ്ങളെ എല്ലാ രീതിയിലും അവസാനിപ്പിക്കാനായിട്ട് ഉള്ള ഒരു രൂപം എന്ന് പറയുന്നത് ഉണ്ടായി വരുന്നത് മതരാഷ്ട്രീയമല്ലേ, സാമുദായിക രാഷ്ട്രീയമല്ലേ? അതാണ് ഇപ്പോൾ പയറ്റു നോക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് കാണേണ്ടത് ഇത് കോർപ്പറേറ്റ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് കാണണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുക. ഇത് തന്നെയാണ് ഒരു തിരിച്ച് മറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷം എന്ന് പറയുന്ന മറ്റ് രാഷ്ട്രങ്ങളിൽ ചെല്ലുമ്പോൾ ഇത് തന്നെ തിരിച്ചും വരാം. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗാസയിലെ കൂട്ടക്കൊലയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നത്. ഗാസയിലെ കൂട്ടക്കൊല എന്ന് പറയുന്ന അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതിൽ പ്രദേശത്തെ മുഴുവനും ഏറ്റെടുത്ത് വിൽക്കുന്ന, പരസ്യമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇതിലേക്ക് ഓപ്ഷൻ വെക്കുന്ന, ലേലം ചെയ്ത് വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ട് അതിപ്പോഴും യഥാർത്ഥത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് പലസ്തീൻ രാഷ്ട്രം എല്ലാവരും പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നത് പറയുന്നുണ്ട്, നല്ല കാര്യം. ഇപ്പോഴും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. UN അസംബ്ലിയിൽ ഇത് അമേരിക്കയുടെ വീറ്റോനെ അതിജീവിക്കുന്നുള്ള യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രയേലുകളും ചേർന്ന് ഗാസയിൽ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ അതേ രീതിയിലുള്ള കമ്മ്യൂണിറ്റേറിയൻ ഫാസിസത്തിന്റെ, സാമ്രാജ്യവും തമ്മിലുള്ള വേർതിരിവില്ലായ്മയുടെ ഏറ്റവും ശക്തമായ രൂപമായി മാറിക്കൊണ്ടിരിക്കും. ഇതിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയാണ് മോദിക്കും സർക്കാരിനും അതുപോലുള്ള ആളുകൾക്ക് ഇവിടെയുള്ളത്. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന, അമേരിക്കയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്ന, അവരോട് മുട്ടുകാലഴിഞ്ഞ് അവിടത്തെ പോയി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. ഇതൊക്കെ കാണിക്കുന്നത് മറ്റൊന്നുമല്ല. ഇതൊക്കെ കാണിക്കുന്നത് എന്ന് പറയുന്നത് സാമ്രാജ്യത്വം ഇന്നത്തെ സാഹചര്യങ്ങളിൽ അവര് പരസ്യമായി വംശീയതയ്ക്കും പരമസ്യമായി സാമുദായികതയ്ക്കും മതരാഷ്ട്രീയത്തിനും കൂട്ടിച്ചേർന്നുകൊണ്ട് ഒറ്റത്തട്ടിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പോരാട്ടങ്ങളെ തകർത്തെറിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മോദിയുടെ ഭരണം എന്ന് പറയുന്നത് മോദിയുടെ ഹിന്ദുത്വത്തിന്റെ മാത്രം ഭരണമല്ലത്. പ്രശ്നം ഹിന്ദുത്വവും ഇസ്ലാമും തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഹിന്ദുത്വവും മറ്റുള്ളവരും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല. ഈ ഭരണത്തെ നിലനിർത്തുന്ന, അത് ഇലക്ട്രൽ ബോണ്ടുകളുടെ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിർത്തുന്ന ഇന്ത്യൻ ഭരണവർഗങ്ങളും ബഹുജനങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ്. ആ രൂപം എന്ന് പറയും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ വർഗീയതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു കാഴ്ചപ്പാടായിട്ട് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഗാസ എന്ന് പറയുന്ന പ്രതിരോധത്തിന്റെ ഏറ്റവും ശക്തമായ രൂപമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ട ജനതയുണ്ട്. ഇവിടെ നടന്ന സംയുക്ത
കിസാൻ മോർച്ച അടക്കമുള്ള കർഷക പ്രക്ഷോഭങ്ങൾക്ക്, തൊഴിലാളി വർഗ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള രൂപമായിട്ട് മാറുന്നത് അങ്ങനെ. ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബഹുജനം മുഴുവനും ഏറ്റെടുക്കുന്ന പോരാട്ടമായിട്ട് മാറുന്നത്. അത് കേവലമായിട്ടുള്ള ഒരു മതവും മറ്റൊരു മതവും തമ്മിലുള്ള പോരാട്ടമല്ല നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഞാൻ അധികം നീട്ടുന്നില്ല. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ EMS പറഞ്ഞ അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലം കൊണ്ടും താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ, ദേശീയ പ്രസ്ഥാനം എന്ന് നമ്മൾ വിളിച്ചത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള മുഴുവനും ജനതയുടെ പോരാട്ടമായി. പിന്നീട് ഇന്ത്യൻ ഭരണവർഗങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമായിട്ട് വിശേഷിപ്പിച്ചത് തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ ഇടത്തരക്കാരടക്കമുള്ള മുത്തൻ ജനവിഭാഗങ്ങളുടെ പോരാട്ടമായിട്ട്. അതുപോലെ തന്നെ ഇന്ന് മതരാഷ്ട്രീയത്തിന്റെ വിരുദ്ധരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടുന്ന, അത് ഏത് വിധേനയുള്ള ലിംഗപരമായി, ജാതീയമായി, മതപരമായി, തൊഴിലാളി വർഗ ചൂഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, കർഷക ജനസാമാന്യത്തിന് മേലുള്ള അടിച്ചമർത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഭരണകൂടവും ഭരണവർഗങ്ങളും നടന്ന ഏത് വിധത്തിലുള്ള പോരാട്ടങ്ങളും, ചൂഷണത്തിനെതിരായിട്ട് നടക്കുന്ന പോരാട്ടങ്ങളിൽ വരുന്ന ജനവിഭാഗങ്ങളുടെ ഒത്തൊരുമയോടുകൂടിയുള്ള പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ നേരിടുന്നത്. അങ്ങനെയുള്ള പോരാട്ടങ്ങൾ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും തന്നെ ഈ പോരാടുന്നവന്റെ മതമോ ജാതിയോ ലിംഗപരതയോ ഒന്നും തന്നെ നമ്മൾ ചോദിക്കുന്നില്ല. അവർ പോരാടുന്നവരാണെന്നുള്ളതാണ് അവരുടെ ഐഡന്റിറ്റി, അവരുടെ സ്വത്വം, അവരുടെ വ്യക്തിത്വം. അതാണ്. അങ്ങനെ പോരാടുന്നവരാണെന്നുള്ള വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ഇതിനെ നേരിടാം എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ പോരാട്ടം ഇത്തരത്തിൽ നടക്കുന്നതിന് പകരം അതിൽ വിള്ളലുണ്ടാക്കുന്ന, അത് മതപരതയുടെയോ മറ്റേതെങ്കിലും സാമുദായികതയുടെയോ സ്വത്ത് രാഷ്ട്രീയത്തിന്റെയോ അടിസ്ഥാനത്തിൽ വിള്ളലുണ്ടാക്കുന്നവർ, അവർ ആത്യന്തികമായി ചെയ്യുന്നത് ജനാധിപത്യപരമായ ജനകീയ സമരങ്ങൾ ഒറ്റുകൊടുക്കുകയാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. ആ ഒറ്റുകൊടുക്കുക എന്ന് പറയുന്നത് അത് എത്രമാത്രം ഇതിനെ തകർക്കുന്നു എന്നുള്ള കാര്യം ഇത് പലതവണ കണ്ടാണ് ചരിത്രത്തിൽ. അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി അവിടെ വളരെ പ്രധാനമായിട്ട് വരും. അപ്പോൾ വർഗീയക്കെതിരായിട്ടുള്ള സംഘർഷം എന്ന് പറയുന്നത് ഒരു സെക്കുലർ വർഗീയ തരത്തിലുള്ള സംഘർഷം മാത്രമല്ല, അത് ഇന്നത്തെ ഭരണവർഗ മതരാഷ്ട്രീയത്തിനെതിരായിട്ട്, സാമ്രാജ്യത്വവും വംശീയതയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെതിരായിട്ട്, അത് സൃഷ്ടിക്കുന്ന ഗാസയെ പോലുള്ള അതിതീവ്രമായിട്ടുള്ള വംശഹത്യക്ക് എതിരായിട്ടുള്ള പോരാട്ടമായിട്ട് അത് മാറും എന്നുള്ളത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ള ഇത്രയും അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം